ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനും തുടങ്ങി ഒരു മൈൻക്രാഫ്റ്റ് സർവൈവൽ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മരം വെട്ടണം. എടാ, അതിനു മുമ്പ് എന്നെപ്പറ്റി അറിയാത്തവർക്ക് എൻ്റെ പേര് ചേരി. നിങ്ങൾ പലവരും സോളോ എന്നൻ്റെയും അതേപോലെ FGT ഗെയിമറിൻ്റെയൊക്കെ വീഡിയോയിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും എൻ്റെ പേര് ജെറി എന്നൊന്നുമല്ല, ശരിക്കും എൻ്റെ റിയൽ നെയിം അതൊന്നുമല്ല. ശരിക്കും ഈ ജെറി എന്ന് പറയുന്നില്ലേ, അത് ശരിക്കും ജെ വെച്ചുള്ള ജെറി അല്ല കേട്ടോ ഗൈസ്, ജി വെച്ചുള്ള ജെറി. കാരണം അത് പറയാൻ പറയുന്നില്ല, സോളോ എന്നൻ്റെയൊക്കെ വീഡിയോയിൽ നിങ്ങൾ ജെ വെച്ചാണ് ജെറി എന്ന് പറഞ്ഞ കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തതുള്ളൂ. നമുക്ക് ഈ വുഡ് കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വേൾഡിൻ്റെ ഉദ്ഘാടനം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് വുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി നമ്മുടെ ഒരു ഫസ്റ്റ് ഡേക്ക്. ഒരു സ്റ്റിക്ക്, ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 4 സ്റ്റിക്ക് അങ്ങ് എടുക്കാം. 4 അല്ല, ഒരു 12, 9 എങ്കിൽ 9. ഓക്കെ, ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടൂള്, ഇവിടെ ആണെങ്കിൽ കല്ലുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൂള് വുഡൻ ആക്സ് അങ്ങ് സെറ്റ് ചെയ്തെടുത്തേക്കാം. എന്നിട്ട് ഈ കല്ലങ്ങ് കൊത്തിയെടുക്കാം. ഫുഡിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഈ കല്ല് കൊത്തിയെടുത്തിട്ട് നമുക്ക് എന്താ പറയുക, കല്ലുകൊണ്ടുള്ള ടൂൾസും പിന്നെ ഫർണസും ഉണ്ടാക്കാം. ഓ, ഇപ്പം തീരും. പിക്കാക്സ് ഇപ്പം തീരും. ഓ, തീർന്നു. കറക്റ്റ് ടൈമിങ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താ പറയുക, 35 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ആക്സ് പിന്നെ ഒരു പിക്കാക്സ്, ഇത്ര മതി. ഇതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. നമുക്ക് ഈ കോൾ ഉടയ്ക്കാം. ഈ ആക്സ് വെച്ച് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചിട്ട് നമുക്ക് ഷീപ്പ് അവൻ്റെ അടുത്തേക്ക് പോവാം. ഇത് അവിടെ ഒരുത്തനുണ്ട്, ഇത് ഇവിടെ ഒരുത്തനുണ്ട്, പിന്നെ അത് അവിടെ ഒരുത്തനുണ്ട്. നമ്മുടെ ബെഡ് സെറ്റ്. അയ്യേ, പുല്ല് വെട്ടി ഇവിടെ പോരെ. ഓക്കെ, നമ്മൾ 3 വുള്ള് സെറ്റായി. ഒരുത്തരും കൂടെ ഉണ്ട്, അവനെ കൊണ്ട് തട്ടിയേക്കാം. ഫുഡിന് അവൻ ആവശ്യമുണ്ട്. പംകിൻ. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. പംകിൻ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് എവിടെ വില്ലേജ് ഉണ്ട്. അത് മാത്രമേ എനിക്കറിയാം. ഇങ്ങനെയുള്ള അയ്യോ ഇവിടെ ഓരവനെ. ഓക്കെ, നമുക്ക് ബെഡ് സെറ്റായി. ഇനി നമുക്ക് ആരെയും പേടിക്കാനില്ല. ഇത് ബെഡ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കാനില്ല. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ തൂവലും ഇതൊന്നും ആവശ്യമില്ല, ഇപ്പം ആവശ്യമില്ല എന്തായാലും തൽക്കാലം. ഓക്കെ, ഇനി നമ്മുടെ പരിപാടി എന്താ, ഇത് ഫുഡില്ല, രാത്രിയാവണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ചെറിയൊരു ബേസ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി എത്ര പെട്ടെന്ന് ഫുഡ് കയറുന്ന ഏതാ, ഇതാന്ന് തോന്നുന്നു. ഗൈസ്, രാത്രിയായി, കിടന്നുറങ്ങാം. എന്തായാലും നമ്മുടെ ഫുഡ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും പൊട്ടിച്ചെടുത്തോണ്ട് നമുക്ക് ബെഡ് പോയാണ് എനിക്കൊരു പേടി. എന്തെങ്കിലും കന്നന്തിരിവിന് പോണതിന് മുമ്പ് ബെഡ് വെച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ തീരും. പിന്നെ എവിടെയൊക്കെ കൊണ്ട് സ്പോണാക്കുമെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, നമുക്കിനി മെയിനായിട്ട് വില്ലേജ് കണ്ടുപിടിക്കണം. ഇവിടെ പംകിൻ ഉണ്ടല്ലോ. ഇവിടെ നിങ്ങളൊരു പംകിൻ കണ്ടില്ലേ? ഞാൻ കണ്ടല്ലോ. അതെവിടെ? ഇവിടെ ഉണ്ടൊരു പംകിൻ ഉണ്ട്, കണ്ടോ? അവിടെ ഒരു പംകിൻ കണ്ടു. ഇതേ ആ പംകിൻ ഉണ്ടല്ലോ. നമുക്കപ്പോൾ ഈ ഒരു ഏരിയയിൽ എവിടെ ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് ആ ഒരു വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അടുത്താണെങ്കിൽ ഏറ്റവും രക്ഷപ്പെട്ടു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ മലയുടെ കൊണ്ടൊക്കെ കയറാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നോക്കാം. അവിടെ ഈ മലയിൽ നിന്നിട്ട് ഒരു സാധനവും കാണാനില്ല. അവിടെ ഒരു ലാവാപ്പൂള് മാത്രം കാണാം. ഒരു കാര്യം ചെയ്യും, ഇതിന് ഹൈറ്റുള്ളൊരു മലയായിട്ട് നമുക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു വില്ലേജ് ഒക്കെ, എന്തായാലും ഇവിടെ അടുത്തൊരു വില്ലേജ് ഓൾറെഡി ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം വില്ലേജ് ഇല്ലാണ്ട് ഒരു പംകിൻ അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, നമുക്കിത് ആ മലയിലോട്ടൊക്കെ പോകാം. അവിടെ ഉണ്ട് പംകിൻ. ഓ, ഞാൻ വെറുതെ സൂം ചെയ്തപ്പോൾ ഒരു പംകിൻ കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ അടുത്തായിരിക്കും വില്ലേജ്. നമുക്ക് ഈ മല മൊത്തം കയറി ഇറങ്ങണം.
നമ്മുടെ പംകിൻ്റെ പുറത്തൊരു പന്നി കയറിയിരിക്കണം. ഇവനെ അങ്ങോട്ട് തീർക്കാം. നമ്മൾ ഇവിടെ നിന്ന് എവിടെ പോകുന്നതാണ് എനിക്കറിയാത്ത. ഒരു കാര്യം നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലും കയറാൻ പറ്റുമോ നിൽക്കുന്നത്. ആ മരത്തിന് വേണ്ടിയിട്ട് അടിക്കണം. അയ്യോ ഇത് വീഴുമല്ല ഞാനിപ്പോൾ. ഓ കിട്ടിയില്ല സ്ഥലം. അതിൻ്റെ മുകളിലൊക്കെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എങ്ങും ഇത്രയും വലിയ മലയില്ല, അടുത്തെങ്ങും ഇല്ല. ഞാൻ ഇപ്പോൾ കയറിയതൊന്നും ഇതിൻ്റെ അത്ര വലിപ്പമില്ല. കണ്ട ഇത് തന്നെ ഈ ഒരു ലെവലിലേ വരുള്ളൂ. ഇതിൻ്റെ വീട്ടിലുണ്ടാകും മല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അങ്ങോട്ട് പോകാനാണ് ഇത്തിരി ശോകം. നമ്മൾ കുറച്ച് നേരത്തേക്ക് മൗഗ്ലി ആയിട്ടുണ്ട്. ഇവിടുന്ന് മറ്റേ ബാഹുബലിയിലെ പോലെ ഒരു ചാട്ടം വെച്ച് കൊടുക്കേണ്ടി വരും നമ്മളങ്ങോട്ട്. ഏറ്റില്ല. ഓ കിട്ടി. ഓയ്യോ പോയാനെ. പക്ഷെ മല കയറുക എന്നുള്ളത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ബാഹുബലിയൊക്കെ ക്ഷത്രിയനായിരുന്നു. ഈ ഇടിവെട്ടിന് തീരണുള്ളൂ. അവിടെ എത്തുമ്പോൾ ഇടിവെട്ട്. ഒരു കാര്യം ചെയ്തു, നമുക്കിത് ഇവിടെ ബെഡ് അങ്ങ് സെറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ മേളിലെത്തി. ഇനി അധികമൊന്നും ഇല്ല. അവിടെ ആ ഒരു സ്ഥലത്ത് നമുക്ക് കയറി നിന്നിട്ട് ഇവിടെ അടുത്തെവിടെ വില്ലേജ്. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് അത്യാവശ്യം വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു ഒരു മലയുടെ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് താഴോട്ട് കാണാൻ പറ്റുമെന്നോ എനിക്ക് ഉറപ്പില്ല. നോക്കട്ടെ, ഇവിടെ തന്നെ നിൽക്കാം. അവിടെ അയ്യോ, പക്ഷെ മല കയറുക എന്നുള്ളത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അയ്യേ താഴെ വീണ്. അയ്യേ. ഓക്കെ, നമ്മൾ വന്ന അവിടെ നിന്നാ, നമ്മൾ വന്ന ഏരിയ അവിടെ നിന്നാ. അവിടെ വേറൊരു മലയുണ്ട് ഇതേപോലെ. എനിക്കിപ്പം മലയെ കൊന്ന് കയറി നടക്കേണ്ട അവസ്ഥയാണല്ലോ. ഓ വില്ലേജ് കണ്ടുപിടിക്കാൻ മലയുടെ മേളിൽ കയറി മലയുടെ മണ്ടയ്ക്ക് ഒരു വില്ലേജ്. ഇനി ഈ വില്ലേജ് ലൂട്ടണം. ഈ വില്ലേജ് ലൂട്ടി നമുക്ക് ഇവിടെ ഒരു നൈസ് സ്ഥലത്ത് നമുക്കൊരു വീടും വെച്ച് ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബേസ്, നമ്മുടെ ഈ വേൾഡിൽ ഫസ്റ്റ് ബേസ് സെറ്റ് ചെയ്യാം. ഇവിടെ വെക്കിയത് ഓക്കെ. സ്പോൺ ഇവിടെ ചെമ്പരി കളി കേട്ടാ, ഐറ്റരി കളി ചെമ്പലിയില. ഇത് അത്യാവശ്യം വലിയ വീടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഈ വീട് തന്നെ ഫസ്റ്റ് ലൂട്ടാം. അവിടെടാ അല്ല ഈ പൊളി ഫസ്റ്റ് ലൂട്ട്. ബ്രെഡ് കുഴപ്പമില്ല, ബ്രെഡൊക്കെ നല്ല നമുക്ക് തിന്നാനൊക്കെ സാധനം വേണം. എന്താ രാവിലെ ഉറക്കം ഒഴിയിട്ട് ഇവ നേരെ താഴത്തോട്ട് വീഴും. വീട് പണിയാറിയില്ല നീമാർക്കും. ഈ വീട്ടിൽ കയറാം. ഫസ്റ്റ് വാല്യൂബിൾ ഐറ്റം എമറാൾഡ്. ഫസ്റ്റ് വാല്യൂബിൾ ഐറ്റം എമറാൾഡ് നമുക്ക് കിട്ടി. ബ്രെഡും പിന്നെ ആപ്പിളും. ആപ്പിളൊക്കെ എന്തിനാ, കുതിരയ്ക്ക് കൊടുക്കാൻ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ചെറിയ വില്ലേജ് ആട്ടാ, അധികം വീടൊന്നുമില്ല ഇവിടെ. ഇവിടെ ഒരു കുഴിയിൽ വന്ന വഴിക്ക് ഇവിടെ ഒരു കുഴിയിലൊരു വീട് ഉണ്ടായിരുന്നു. ഈ കുഴിയിലൊരു വീടുണ്ടെന്ന് തോന്നുന്നു. അത് കണ്ട, ഒരു കുഴിയിലൊരു വീടുണ്ട്. പക്ഷെ അങ്ങോട്ട് ചാടി കഴിഞ്ഞ് ചാവും. ആ വെള്ളത്തിൽ കറക്റ്റ് വീഴാൻ പറ്റണം എനിക്ക്. അയ്യേ അയ്യോ, വെറുതെ ഒരു ചാട്ടം ഞാൻ കളഞ്ഞു. എന്തായാലും ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നി. ഞാൻ ഈ വീട് എടുത്തോളാം. മീറ്റും കിട്ടി, സീഡും കിട്ടി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ.
ഓക്കെ. അത്യാവശ്യം ഹേബിയിൽ കിട്ടി. കുറച്ച് 7 ക്യാരറ്റോ കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യും. ഈ ഹേബിയിൽ മൊത്തം എടുത്ത് നമുക്ക് ബ്രെഡ് ആക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു. ഓക്കെ. അങ്ങനെ നമ്മൾക്ക് 64 ബ്രെഡിൻ്റെ, അതായത് ഒരു സ്റ്റാക്ക് ബ്രെഡ് പിന്നെ ഒരു 15 ബ്രെഡ് എക്സ്ട്രാ. അങ്ങനെ ബ്രെഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫുഡ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡ് ഉണ്ട്. ഇനി ഇതൊക്കെ കുക്ക് ചെയ്ത് വെക്കണം എന്നുള്ള മാത്രം ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അയ്യോ ഇതല്ലേ. പക്ഷെ ഞാൻ ശരിക്കും ഇവിടെ അയൺ ഗോളൊന്നും ഇല്ലെന്ന് വിചാരിച്ചേ. ഇവൻ ഇവിടെ പെട്ട് കിടക്കുക. ഇവന് അവിടെ നിന്ന് കയറാൻ പറ്റുമോ? ഇല്ല, ഇവന് ഇവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല. ഇവനിവിടെ പെട്ട് കിടക്കുക. ഈ കാര്യം ചെയ്യാം, നമുക്ക് ഇവൻ ഇവിടെ ഇട്ട് തട്ടാം. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് അയൺ പെട്ടെന്ന് കിട്ടട്ടെ. കുറച്ച് ബ്ലോക്ക് വെച്ച് നമുക്ക് കുറച്ച് താഴോട്ടങ്ങ് ഇറങ്ങാം. എന്തായാലും നമുക്ക് അവിടെ വെച്ച് ബിൽഡ് ചെയ്യാനുള്ളതല്ലേ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ബിൽഡ് ചെയ്തതിന് ആ പ്രശ്നമില്ലല്ലോ. ഇത് മതി, ഈ പൊക്കം മതി. പക്ഷെ ഇവൻ ഇവിടേക്ക് അയ്യോ എന്താ കേട്ടാ, മതി ഈ പൊക്കം മതി. നമുക്കൊരു കാര്യം ചെയ്യും, ഇവൻ ഇവിടെ ഈ ബ്ലോക്കിൽ നിന്ന് അടിച്ചിട്ട് നമുക്ക് ഇവിടെ കയറാം. കഴിഞ്ഞില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ, അടിക്കത്തില്ലല്ലോ. അയ്യേടാ വേറിട്ട് വാടാ മധുരി. ഓക്കെ. അങ്ങനെ നമ്മൾ അയ്യോ ആരാ മോനെ കൊല്ലല്ലോ. അധികം കണ്ടില്ല കേട്ടാ. അവനിവിടെ നിന്ന് ഈ രാത്രിയാ കിടന്ന് ഉറങ്ങട്ടെ. കഷത്തിനൊരമ്പ്. അയ്യോ ഇവിടെ ഉണ്ടോ അവൻ? ഇവിടെ തന്നെ കാണുവൻ. കണ്ടോ അവിടെ തന്നെ ഉണ്ടവൻ. ഇവനെ തട്ടാണ്ട് ഞാൻ ഇനി എങ്ങനെ ആ വിട്ടെടുക്കും? പക്ഷെ അമ്പന്മാരിച്ച് സീന കഴിച്ച്. എനിക്ക് അമ്പാനെ ഇഷ്ടമല്ല. അമ്പാനെ, ഈ വില്ലേജറിനെ ഉപദ്രവിക്കാത്ത എന്താ അമ്പാനെ? എന്നെ മാത്രം ടാർഗറ്റഡ് ആണോ അമ്പാൻ? അമ്പാനെ തട്ടണം. അയ്യോ രണ്ടാമത്തെ ഒരെണ്ണം ഓടിക്കോ. അയെടുത്തു. അഷത്തിനൊരമ്പ് കയറിപ്പോ. ഇവിടെ പെട്ടവന്മാര് പെട്ടാണ് കേട്ടാ. പിന്നെ പുറത്തിറങ്ങാനായിട്ട് ബിൽഡ് ചെയ്ത് കേറാം. അവിടെ ഒരു അമ്പനും കൂടി ഉണ്ട്. അവരെയും കൂടെ തട്ടിയിട്ട് വേണം നമുക്ക് ഇവിടെ മനസ്സമാധാനമായിട്ട് ഈ അയൺ മൈൻ ചെയ്യണം നമുക്ക്. അമ്പാൻ ഓ അത് ഞാൻ കിട്ടി, അവനെയും കിട്ടി. ഇത് എത്ര ഉള്ള ഈ കേവ്? എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ അയൺ അങ്ങോട്ട് കൊത്താം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അയൺ കിട്ടി. വേറെ വില്ലേജറെ കേവിലൊക്കെ പെട്ട് മരിക്കരുത്. ഇല്ല, അപകടമുള്ള ഏരിയയാണ്. എന്നെപ്പോലെ ഇത്രയും വലിയ കോടാലിയൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ചെല്ലരുത്. അമ്മര് പണിഞ്ഞു കളയും. ഓക്കെ, അങ്ങനെ നമ്മുടെ വില്ലേജ് തൂത്തുവാരൽ ചടങ്ങ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. വില്ലേജൊക്കെ നമ്മൾ എടുത്തു. മൊത്തം ഇപ്പോൾ വില്ലേജിൻ്റെ ഐറ്റംസ് മൊത്തം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്കിവിടെ ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു വീട് സെറ്റ് ചെയ്യണം. അതിനുള്ള കല്ലും മണ്ണും ചരലും എല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം. ഇറക്കുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയി എടുക്കണം. സോ ഇനി അധികം കൊണയടിച്ച് വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ കണ്ടിട്ടിരുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ്, ഇനി ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക. ലൈക്ക് അടിക്കാത്തവർ ഇപ്പോഴും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.